1991 ഡിസംബർ 1 പാനൂർ മൊകേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയ യുവമോർച്ച നേതാവ് കെ.ഡി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണം യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നടന്നു. പയ്യന്നൂർ പെരുമ്പേൽ സി.കെ. വിനോദ്കുമാർ വധിക്കപ്പെട്ട സ്ഥലത്തുനിന്നും പുറപ്പെട്ട പതാകജാഥ നിരവധി ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും അനുഗമിച്ച് ചെറുപുഴ സി.കെ. വിനോദ്കുമാർ നഗറിലെത്തി. സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് പി. കരുണാകരൻ മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് ആദ്യകാല ബി.ജെ.പി. പ്രവർത്തകരെ കരുണാകരൻ മാസ്റ്റർ ആദരിച്ചു. പാർലമെന്റിൽ കൈക്കൊള്ളുന്ന നയം, അതിന് പാടിപ്പുകറ്റുന്ന മാധ്യമപ്രവർത്തകർ, അതിന് പിന്തുണ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് നിരവധി വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിലെ കോടികൾ പിടിക്കാൻ മുമ്പ് തുപ്പിപ്പായിക പാട്ട് ഓടി വരിക, തുപ്പ പായിക, എന്താണോ തുപ്പിന് ഉത്തരവില്ല. ഈ ഇന്ത്യൻ പാർലമെന്റിനകത്തെ പ്രതിപക്ഷം ഇപ്പം ചെയ്യുന്നത് തുപ്പിപ്പായ. അവർക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ട, ചോദ്യം ചോദിക്കണം, തുപ്പണം, പോണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല. ഈ ജനാധിപത്യം നിലനിർത്താൻ ഈ തലമുറ, പ്രത്യേകിച്ച് യുവമോർച്ച പ്രവർത്തകർ ബാധ്യസ്ഥരാണെന്ന് ഞാൻ ഓർക്കുന്നു. ജനാധിപത്യത്തിൽ ഭരണഘടനയെ കുറിച്ചൊക്കെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുമ്പോൾ കുറ്റം തോന്നുന്നില്ലേ? പ്രധാനമന്ത്രിയാകാൻ സർദാർ വല്ലഭായ് പട്ടേലിന് 15 പ്രവിശ്യകളിലെ 12 പ്രവിശ്യകളിൽ പിന്തുണ കൊടുത്തു. പക്ഷേ രാഷ്ട്രപിതാവിന്റെ ഓമന ശിഷ്യനായ ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഉത്സാഹത്തിൽ ജനാധിപത്യം ആദ്യമായി പലയും. കെ. ഭാസ്കരൻ അധ്യക്ഷനായി. ഡിസംബർ 1 രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ കെ.ഡി. ജയകൃഷ്ണൻ മാസ്റ്റർ, സി.കെ. വിനോദ്കുമാർ എന്നിവരുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടന്നു. വൈകുന്നേരം 3 മണിക്ക് കാക്കയം ചാലിൽ നിന്നും ബഹുജന റാലി. 5 മണിക്ക് അനുസ്മരണ പൊതുസമ്മേളനം സംഘാടക സമിതി ചെയർമാൻ രാജു ചുണ്ടയുടെ അധ്യക്ഷതയിൽ ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും.